ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ 20K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഈ ഒരു ചാനലിൽ കൂടുതലായും നറൂട്ടോയും ഡ്രാഗൺ ബോളും ഇഷ്ടപ്പെടുന്നവരാണ് ഉള്ളത്. അതുകൊണ്ട് രണ്ടുപേരെയും തൃപ്തിപ്പെടുന്ന രീതിയിൽ നമുക്കൊരു ഫാൻ മെയ്ഡ് മാങ്ക ചെയ്യാം. അതായത് നമ്മുടെ ഡ്രാഗൺ ബോൾ സീരീസിലുള്ള ഗോക്കു നറൂട്ടോ യൂണിവേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ഫാൻ മെയ്ഡ് മാങ്കയിൽ ഉള്ളത്. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ തുടക്കത്തിൽ തന്നെ ഗോക്കുവിന്റെ യൂണിവേഴ്സ് ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ഗോക്കു ബുൾമയെ കാണാൻ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ ഗോക്കു ബുൾമയെ കണ്ട് ഹേയ് ബുൾമ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ബുൾമ ഗോക്കു സുഖമാണോ, നീ എന്താണ് ചെയ്യുന്നത്, നിന്റെ കയ്യിൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോഴാണ് ഗോക്കു കാര്യത്തിലേക്ക് വരുന്നത്. എനിക്ക് ചെറിയൊരു ഹെൽപ്പ് വേണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോക്കു ആണെങ്കിൽ ഗോഹാന്റെ കമ്പ്യൂട്ടർ നശിപ്പിച്ചു. ഇതെങ്ങാനും ചീച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ഗോക്കുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും. അതുകൊണ്ട് നീ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണമെന്ന് ബുൾമയോട് പറയുന്നു. അപ്പോൾ ബുൾമ പറയും, നീ തൽക്കാലം അതവിടെ നമുക്കതൊക്കെ സെറ്റ് ആക്കാമെന്നും പറയുന്നു. ഈ സമയം നമ്മുടെ ബുൾമയാണെങ്കിൽ എന്തോ ഒരു വർക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് ഗോക്കു ബുൾമയോട് ചോദിക്കുന്നത്, നീ എന്താണ് ചെയ്യുന്നത് ബുൾമ? ഞാനൊരു ഡൈമെൻഷൻ പോലുള്ള ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇത് കേട്ട് ഗോക്കുവിന് എന്ത് ഡൈമെൻഷനോ? അപ്പോൾ ബുൾമ പറയും, ഇതൊരു ഡൈമെൻഷൻ പോലുള്ള ഒരു സംഭവം ഉണ്ട്, അതിനെക്കുറിച്ച് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നും ഗോക്കുവിനോട് ബുൾമ പറയുന്നു. അത് കഴിഞ്ഞ് ഗോക്കു പിന്നെയും നീ ഇത് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ബുൾമയ്ക്കാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങ് ഉത്തരമൊന്നുമില്ല. അങ്ങനെ ബുൾമ ഒന്നും പറയാതിരിക്കുന്നത് കണ്ട് ഗോക്കു ചോദിക്കും, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുമ്പോൾ അതിനൊരു പ്രസക്തി വേണ്ടേ? അങ്ങനെ ഗോക്കു ആണെങ്കിൽ ബുൾമയെ ഓരോന്ന് പറഞ്ഞ് ചൂടാക്കി നമ്മുടെ ബുൾമ തിരിച്ചു പറയും, നീ ദയവ് ചെയ്ത് കുറച്ച് സമയം നിന്റെ വായി അടച്ചു വെക്ക്, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മുകളിൽ വെജിറ്റയുണ്ട്, നീ അവിടേക്ക് പോ എന്ന് പറയുന്നു. അങ്ങനെ ഗോക്കു ആണെങ്കിൽ ഓക്കെ ശരി എന്ന് പറഞ്ഞ് വെജിറ്റയെ കാണാൻ വേണ്ടി മുകളിലേക്ക് പോകുന്നു. അപ്പോഴാണ് നമ്മുടെ ഗോക്കു വെജിറ്റയെ കാണുന്നത്. അതായത് ഇവിടെ നമ്മുടെ സെയ്യൻ പ്രിൻസ് അവിടെ ഉണ്ടായ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. ഇത് കാണുന്ന നമ്മുടെ ഗോക്കുവിനാണെങ്കിൽ തന്റെ ചിരി അടച്ചു വെക്കാൻ കഴിയുന്നില്ല. അങ്ങനെ തന്നെ കളിയാക്കുന്നത് കണ്ട വെജിറ്റ, നീ ചിരിക്കുന്നത് മര്യാദയ്ക്ക് നിർത്തിക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ വെജിറ്റയുടെ മകനായിട്ടുള്ള ട്രങ്ക്സ് അവിടെ വരുന്നത്. ട്രങ്ക്സ് വന്ന ഉടൻ തന്നെ നമ്മുടെ ഗോക്കുവിനോട് ചോദിക്കും, ഗോക്കു അങ്കിൾ നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇവിടെ വന്നത്, ഗോട്ടൻ വന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഗോക്കു പറയുന്നത്, ഗോട്ടൻ ചീച്ചിയുടെ കൂടെ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ ഓരോന്നൊക്കെ സംസാരിച്ചതിന് ശേഷം നൈറ്റ് അവിടെ നിന്നും ഡിന്നറൊക്കെ കഴിച്ച് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് എല്ലാവരും നല്ല ഫിറ്റ് ആയിട്ടാണ് ഉള്ളത്. ഈ സമയം നമ്മുടെ ഗോക്കു പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ബുൾമ പറയും, നിന്റെ കമ്പ്യൂട്ടർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതെടുത്ത് പോയിക്കോ എന്ന് പറയുന്നു. ഈ സമയം നമ്മുടെ വെജിറ്റയെ നോക്കിക്കഴിഞ്ഞാൽ ഫിറ്റായി അവിടെ കിളി പോയിട്ടാണ് ഉള്ളത്. അങ്ങനെ ഗോക്കു ആണെങ്കിൽ പതിയെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി കമ്പ്യൂട്ടറും എടുത്ത് ഇത് എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറയുമ്പോഴാണ് ബുൾമ ക്രിയേറ്റ് ചെയ്ത ആ ഒരു മിഷൻ കാണുന്നത്. ഇത് കാണാൻ കുറച്ച് വിയേർഡ് ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിന്റെ അടുത്തേക്ക് പോയി ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഓൾറെഡി ഗോക്കു അത്യാവശ്യത്തിൽ കൂടുതൽ ഡ്രിങ്ക് കഴിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ വാള് വെക്കുന്നു. അപ്പോൾ തന്നെ ആ ഒരു മിഷൻ പ്രവർത്തിച്ച് മാൽഫങ്ഷൻ ആയി പെട്ടെന്നൊരു ഫ്ലാഷ് അവിടെ ഉണ്ടാകുന്നു. കുറച്ച് സമയത്തേക്ക് ഗോക്കുവിന് ഒന്നും മനസ്സിലാകൂല ഇത് എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോഴാണ് നമ്മുടെ ഗോക്കു പതിയെ കണ്ണു തുറന്ന് ചുറ്റും ഒന്ന് നോക്കാൻ തുടങ്ങും. ഗോക്കു ഇത് ഏതാണ് സ്ഥലം എന്ന രീതിയിലാണ് ചുറ്റും നോക്കുന്നത്. സത്യത്തിൽ നമ്മുടെ ഗോക്കു ഇപ്പോൾ നറൂട്ടോ യൂണിവേഴ്സിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഗോക്കു പറയാൻ തുടങ്ങും, എനിക്ക് തലവേദന എടുത്ത് നിൽക്കാൻ കഴിയുന്നില്ല, എങ്ങനെയാണോ മാസ്റ്റർ റോഷിയൊക്കെ ഇതൊക്കെ കുടിച്ച് ഇത്രയധികം ഹാപ്പിയായി ഇരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് പറയുന്നു. ഈ സമയം ഗോക്കുവിന്റെ കയ്യിലുള്ള ആ ഒരു കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ വീണിട്ടുണ്ടാകും. അങ്ങനെ ഇത് കണ്ട് ഗോക്കു ഇതെങ്ങാനും നമ്മുടെ ചീച്ചി ചേർന്ന് കഴിഞ്ഞാൽ എന്നെ ഒരു തീരുമാനമാക്കുമെന്ന് പറയുമ്പോഴാണ് ഗോക്കു പിന്നെയും ചുറ്റുമുള്ളതൊക്കെ നോക്കി ഇത് ഏതാണ് സ്ഥലം, കുറച്ച് വ്യത്യാസമായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇത് ഏതാണ് സ്ഥലം എന്ന് മനസ്സിലാവാത്തത് കൊണ്ട് ഗോക്കു ആദ്യം ഫ്ലൈയിങ് നിംബസിനെ വിളിക്കും. എന്നാൽ ഫ്ലൈയിങ് നിംബസ് അവിടെ വരുന്നതുമില്ല. എന്നാൽ പിന്നെ പറന്നു തന്നെ നോക്കാമെന്ന് പറഞ്ഞ് ഗോക്കു ഇങ്ങനെ പറന്നു പോകാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് ഈ ഒരു നറൂട്ടോ യൂണിവേഴ്സിലുള്ള അക്കട്സക്കി മെമ്പർ ആയിട്ടുള്ള നമ്മുടെ കാഗുസും ഹിഡാനും ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കാഗുസ് പറയുന്നത്, നീ ആ ഒരു ചാക്ര സെൻസ് ചെയ്തോ എന്ന് ചോദിക്കുന്നു. ഇവിടെ അടുത്തായിട്ട് ആരോ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ പറയുകയാണ്. ഇനി ആരെങ്കിലും നമ്മളെ സ്പൈ ചെയ്യാൻ വന്നതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ കാഗുസു പെട്ടെന്ന് ആ ഒരു ചാക്ര സെൻസ് ചെയ്ത് ആ ഒരു ഡയറക്ഷനിലേക്ക് കുണായി വലിച്ചെറിയും. അപ്പോൾ തന്നെ ആ ഒരു കുണായി ഒക്കെ മുഴുവനായും ക്യാച്ച് ചെയ്ത് ഇവരുടെ രണ്ടുപേരുടെയും പുറകിലായി നമ്മുടെ ഗോക്കു എത്തിയിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ ഗോക്കു പറയും, സോറി ബ്രദേഴ്സ്, ഞാൻ നിങ്ങളെ ശല്യം ചെയ്തോ, ഇത് നിങ്ങളുടെ സാധനമാണോ, ഇത് നിങ്ങൾ കളഞ്ഞു പോയോ എന്നൊക്കെ ഗോക്കുവിന്റെ നേരെ വലിച്ചെറിഞ്ഞ ആ ഒരു കുണായി എടുത്ത് ഇവരോട് തന്നെ പറയാൻ വേണ്ടി തുടങ്ങുന്നു. ഇവിടെ നമ്മുടെ ഹിഡാനും കാഗുസും ഷോക്കായി, ആരടാ ഇവന്റെ ഈ ഒരു സ്പീഡ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇനി എങ്ങാനും വല്ല ഗെഞ്ചിറ്റ്സുലായി പോയോ എന്ന് രണ്ടുപേരും ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അത് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മുടെ കാഗുസു ആണെങ്കിൽ തന്റെ വിരലൊക്കെ ഒടിച്ചു നോക്കുന്നു. അതിനുശേഷം ഹിഡാൻ ആണെങ്കിൽ തന്റെ ആ ഒരു വെപ്പൺ തന്റെ വയറ്റിൽ കുത്തി ഇറക്കുന്നു. അതായത് ഈ ഒരു ഗെഞ്ചിറ്റ്സു എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ പോലുള്ള സംഭവമാണ്. എന്നാൽ ഗോകുവിനാണെങ്കിൽ ഇതൊന്നും പ്രത്യേകിച്ച് മനസ്സിലാകുന്നില്ല. ഇവർക്ക് എവിടെയോ കുറച്ച് ലൂസ് ആയിട്ടുണ്ട് എന്ന് കരുതി ഓക്കെ ശരി എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഗോകു ആണെങ്കിൽ പതിയെ നടന്ന് ലീഫ് വില്ലേജിന്റെ ഗേറ്റിനടുത്ത് എത്തിയിട്ടുണ്ടാകും. അങ്ങനെ ഗോകു ആണെങ്കിൽ നമ്മുടെ ലീഫ് വില്ലേജിനകത്തേക്ക് കടക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ഒരു ഗേറ്റിനടുത്തുണ്ടായിട്ടുള്ള സോൾജേഴ്സ് നമ്മുടെ ഗോകുവിനെ തടഞ്ഞു നിർത്തുന്നു. നീ ആരാ
ആരാണ്, നിനക്ക് അകത്തേക്ക് പോകാൻ പാസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗോകുവിനോട് ചോദിക്കും. എന്നാൽ ഗോകു ആണെങ്കിൽ എനിക്ക് പാസ് ഒന്നും ഇല്ല എന്നും തിരിച്ചു പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവിടെയുള്ള ആൾക്കാർ പറയും, സോറി, നിങ്ങൾക്ക് പാസ് ഉണ്ടെങ്കിൽ മാത്രമേ അകത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ഗോകുവിന്റെ കളിയും മറ്റൊക്കെ കാണുന്ന സമയത്താണ് അവിടെ ഉണ്ടായ സോൾജേഴ്സിനും ഒരു സംശയം വരുന്നത്. ഇവൻ വേറെ ഏതെങ്കിലും വില്ലേജിൽ നിന്ന് വന്ന ഒരു സ്പൈ ആണോ, ഇവിടെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എടുക്കാൻ വന്നതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ സംശയിച്ച് നമ്മുടെ ഗോകുവിനെ ഇവർ പിടിക്കാൻ വേണ്ടി നോക്കും. ഇവർക്ക് എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് എന്ന രീതിയിൽ അവരുടെ അറ്റാക്കിൽ നിന്നും ഈസി ആയിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഈ സമയം നമ്മുടെ ഗോകു ആണെങ്കിൽ കളിച്ചത് മതി എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു എയർ പുഷ് മാത്രമേ ഇവിടെ കൊടുക്കുകയുള്ളൂ. എല്ലാവരും പറന്നു വീഴുന്നു. അപ്പോഴാണ് നമ്മുടെ ആസുമ സെൻസെ അവിടെ എന്താ ഒരു ശബ്ദം എന്ന് പറഞ്ഞ് ഗേറ്റിനടുത്തേക്ക് പോകുന്ന സമയത്താണ് ഗോകുവിന്റെ കയ്യിൽ നിന്നും അടിവാങ്ങിയ ആ ഒരു സോൾജർ ആസുമയെ കണ്ട്, നിങ്ങൾ വന്നത് നന്നായി, ഒരുത്തൻ വന്ന് നമ്മളൊക്കെ അടിച്ചിടുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് ഗോകു അവിടെ വന്ന് അവർ പറഞ്ഞത് കള്ളമാണ്, അവർ എന്നെ തെറ്റായിട്ടാണ് കണ്ടത് എന്നും പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ആസുമ ഗോകുവിനെ കാണുന്നത്. അങ്ങനെ ആസുമ പറയും, നിന്നെ കാണാൻ സ്ട്രോങ്ങർ ആയിട്ടാണ് ഉള്ളത്, നിന്റെ കഴിവുകൾ എന്നെ കാണിക്കൂ എന്നും പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഗോകു പറയുന്നത്, ഈ സമയത്ത് എനിക്ക് ചോദിക്കാൻ കഴിയുമോ എന്ന് അറിയില്ല, എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും വാങ്ങിത്തരുമോ എന്ന് ആസുമയോട് തന്നെ ചോദിക്കും. അങ്ങനെ ആസുമ പറയും, ഓക്കെ, നിനക്ക് വാങ്ങിത്തരാം, പക്ഷെ നീ എന്നെ തോൽപ്പിച്ച് ലീഫ് വില്ലേജിനുള്ളിലേക്ക് കടക്കണം. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ഗോകു ആണെങ്കിൽ ഹാപ്പിയായി, നിങ്ങൾ സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്? അങ്ങനെ നമ്മുടെ ആസുമ പറയും, അതിന് നീ എന്നെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് ആസുമ തന്റെ കത്തിയൊക്കെ എടുത്ത് ഗോകുവിന്റെ അടുത്തേക്ക് ഓടാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ബാക്കിയുള്ള ഷിനോബീസ് ഒക്കെ കരുതുന്നത് നമ്മുടെ ആസുമ ഗോകുവിനെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യുമെന്നാണ്. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോകു കാല് വെച്ച് ആസുമയുടെ മുഖത്ത് തന്നെ ചവിട്ടുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചത്. അതായത് ഫൈറ്റ് ചെയ്യാൻ വരുമ്പോൾ ജസ്റ്റ് ബ്ലോക്ക് ചെയ്തതുപോലെ. അങ്ങനെ ഗോകു പറയും, നിങ്ങൾ ഫുഡ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞതാണ്, പറ്റിക്കരുത്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാമൻ ന്യൂഡിൽസ് കടയിൽ നിന്നും നമ്മുടെ ഗോകു ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോഴേക്കും നമ്മുടെ ആസുമ ചോദിക്കും, നീ എവിടെ നിന്നാണ് ഈ ഒരു ജുഡ്സോ ഒക്കെ പഠിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗോകുവിനാണെങ്കിൽ എന്ത് ജുഡ്സോ, എനിക്ക് മനസ്സിലായില്ല എന്നും പറയുന്നു. അപ്പോഴാണ് ഇവിടെ കറക്റ്റ് സമയത്ത് നമ്മുടെ കക്കാഷി വരുന്നു. നമ്മുടെ ആസുമ കക്കാഷിയെ കണ്ട് കക്കാഷിയോട് ചോദിക്കും, നറൂട്ടോയെ പറ്റി ഇപ്പോൾ വല്ല വിവരമുണ്ടോ? എന്നാൽ കക്കാഷി പറയും, നറൂട്ടോ ഇപ്പോൾ ജിറായയുടെ കൂടെയാണ് ട്രെയിനിങ് ചെയ്യുന്നത്, ഇപ്പോൾ അവനെ പറ്റി ഒരു വിവരവും ഇല്ല, വൈകാതെ തന്നെ അവൻ വില്ലേജിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും കക്കാഷി ഇവിടെ പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ ആസുമ പറയും, അവൻ ജിറായയുടെ കൂടെയൊക്കെ ട്രെയിനിങ് ചെയ്ത് കൂടുതൽ ശക്തനായി നിന്നെ തന്നെ ഡിഫീറ്റ് ചെയ്യുമല്ലോ എന്ന് കക്കാഷിയോട് പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ കക്കാഷി പറയും, ആ ചെറിയ ചെക്കനോ, അവനെ കൊണ്ടൊന്നും കഴിയില്ല എന്ന രീതിയിൽ ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ കക്കാഷിയും പെട്ടെന്ന് ഗോകുവിനെ കാണുന്നത്. ഈ സമയം നമ്മുടെ കക്കാഷി പറയും, ആസുമ, നിന്റെ 3 മാസത്തെ ശമ്പളമാണ് ഇവൻ ഒറ്റയടിക്ക് തിന്നു തീർക്കുന്നത് എന്ന് ആസുമയോട് പറയും. അങ്ങനെ ഇത് കാണുന്ന ആസുമയും അവിടെ നിന്ന് കരയാൻ തുടങ്ങുന്നു. അതിനുശേഷം നമ്മുടെ ഗോകുവും കക്കാഷിയും കൂടി സംസാരിക്കാൻ തുടങ്ങുന്നു. ഇവിടെ ആദ്യം തന്നെ കക്കാഷി ഗോകുവിനോട്, നീ എന്തിനാണ് ഈ വില്ലേജിൽ വന്നത് എന്ന് ചോദിക്കുന്നു. ആ സമയമാണ് ഗോകു പറയുന്നത്, എനിക്ക് എങ്ങനെയാണ് ഇവിടെ വന്നത് പോലും അറിയില്ല, ആ ഒരു ന്യൂഡിൽസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ കക്കാഷി മനസ്സിൽ വിചാരിക്കുന്നത്, ഇവന്റെ സ്വഭാവവും മറ്റു കാര്യങ്ങളും ഏകദേശം നറൂട്ടോയെ പോലെ തന്നെയാണ് ഉള്ളത് എന്ന് മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെ കക്കാഷി ഗോകുവിനോട്, നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗോകു പറയും, എനിക്ക് സെന്റർ സിറ്റിയിലാണ് പോകേണ്ടത്, അതായത് ഗോകുവിന്റെ വേൾഡിലുള്ള സെന്റർ സിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കക്കാഷി പറയുന്നത്, എന്ത് സെന്റർ സിറ്റിയിലോ? ഈ ഒരു കൊനഹ വില്ലേജ് ആണ് യഥാർത്ഥത്തിൽ സെന്റർ സിറ്റി, നീ ഇപ്പോൾ ഓൾറെഡി സെന്റർ സിറ്റിയിലാണ് ഉള്ളത് എന്നും ഇതാണ് കൊനഹ വില്ലേജ്, ലീഫ് വില്ലേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കക്കാഷി പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഗോകു മുഴുവനായും ഷോക്കായി, അയ്യോ ഞാൻ എവിടെയോ എത്തി, ഞാൻ എവിടെയോ പെട്ടുപോയി എന്നൊക്കെ പറയാൻ തുടങ്ങുന്നു. അത് കഴിഞ്ഞാണ് നമ്മുടെ ഹൊക്കാഗി ആയിട്ടുള്ള സുനാഡയെ കാണിക്കുന്നത്. അങ്ങനെ സുനാഡ ഹെഡ് ഓഫീസിൽ നിന്നും അവൻ എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് അറിയില്ല എന്ന് നമ്മുടെ കക്കാഷിയും ആസുമയും പറയുന്നു. ഇത് കേട്ട് സുനാഡെ ആസുമയോട് ചോദിക്കും, നീയല്ലേ അവനെ ലീവ് വില്ലേജിനകത്ത് കയറ്റി ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തത്, ഒരു സ്ട്രേഞ്ചറിന്റെ എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങനെ കയറ്റിയത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ആസുമയാണെങ്കിൽ, സോറി മാഡം, ഒരു തെറ്റു പറ്റിപ്പോയി എന്നും പറയുന്നു. ഈ സമയം നമ്മുടെ സുനാഡയാണെങ്കിൽ അവനെ പറ്റി വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഹിയാഷി പറയാൻ തുടങ്ങും, അവന്റെ ബോഡിയിൽ ഒരു കൺട്രോളും ഇല്ലാതെയാണ് ചാക്ര ഫ്ലോ ആവുന്നത്, അത്രയധികം പവർഫുൾ ആയിട്ടാണ് അവൻ ഉള്ളത് എന്നും പറയുന്നു. അപ്പോൾ സുനാഡ ചോദിക്കും, അവൻ അത്രയധികം പവർഫുൾ ആണോ? അപ്പോഴാണ് ഇവിടെ ഹിയാഷി പറയുന്നത്, നമ്മുടെ നൈൻടെയിൽ ഫോക്സിന്റെ ഒരു 10 മടങ്ങ് ശക്തനാണ് അവൻ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ കക്കാഷി മാസുമയാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട്, അത്രയധികം പവർഫുൾ ആയിട്ടുള്ള ആൾ. അത് കൂടാതെ അവന്റെ ചാക്രയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവന് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നും, കൂടാതെ ഞാൻ ആദ്യം ജസ്റ്റ് ഒരു എക്സാമ്പിളിന് പറഞ്ഞതാണ്, മേ ബി നൈൻടെയിലിന്റെ 10 മടങ്ങല്ല, ഒരുപക്ഷെ 20 മടങ്ങിനധികം പവർഫുൾ ആകാനും ചാൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹിയാക്കി പറയുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ സുനാഡയാണെങ്കിൽ അവനെ അകത്തേക്ക് വിളിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ഗോകുവും ഇവരുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ നമ്മുടെ ഗോകു ആണെങ്കിൽ സുനാഡയോട് എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി തുടങ്ങുന്നു. സെന്റർ സിറ്റിയിലേക്കാണ് എനിക്ക് പോകേണ്ടത്, കമ്പ്യൂട്ടർ കേടായി ഉൾമയുടെ അടുത്തേക്ക് പോയതും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ എല്ലാം തന്നെ നമ്മുടെ സുനാഡയോട് പറയുന്നു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കക്കാഷി തന്റെ ഷെറിംഗൺ വെച്ച് ഹിയാഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ കക്കാഷിയും സെൻസ് ചെയ്ത് കക്കാഷിയും ഷോക്കായി പോകുന്നു. അങ്ങനെ
അങ്ങനെ ഇതൊക്കെ കേട്ട് സുനാഡെ നീ എന്തുകൊണ്ടോ ഭാഗ്യത്തിന് അക്കട്സക്കിയുടെ ഗ്രൂപ്പിലൊന്നും പെട്ടില്ല. അപ്പോൾ നമ്മുടെ ഗോക്കു ചോദിക്കും എന്ത് അക്കട്സക്കിയോ? അപ്പോഴാണ് ഇവർ പറയുന്നത് ഇതൊരു ഈവിൾ ഓർഗനൈസേഷൻ ആണ്. ബ്ലാക്ക് കോട്ടൊക്കെ ഇട്ട് ഒരു റെഡ് കളറിൽ മാർക്കൊക്കെ വെച്ചിട്ടാണ് അവർ നടക്കുന്നത്. ഈവിൾ ആയിട്ടുള്ള ആൾക്കാരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഗോക്കു പറയുന്നത് എനിക്ക് അവരെ അറിയാം, ഞാൻ വരുന്ന വഴി അവരെ കണ്ടിരുന്നു എന്നും പറയുന്നു. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ സുനാഡയും ഷോക്കാകുന്നതോടുകൂടി ഫസ്റ്റ് പാർട്ടും ഇവിടെ അവസാനിക്കുന്നു. ഗോക്കു ഇവരുടെ കൂടെ ചേർന്ന് അക്കട്സക്കി ഗ്രൂപ്പിനെ പിടിക്കുമോ അല്ലെങ്കിൽ ലീഫ് വില്ലേജിന് തന്നെ എതിരായി ഗോക്കു മാറുമോ, ഗോക്കു പഴയതുപോലെ തന്റെ യൂണിവേഴ്സിലേക്ക് പോകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.